റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 42-ാം ഭാഗം. അവൾ നിർബന്ധിച്ചപ്പോൾ റാം കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു. ആനന്ദി തൻ്റെ ചെറുവിരൽ ഉയർത്തിക്കാട്ടിയിട്ട് പുഞ്ചിരിച്ചു. അവൾ അവൻ്റെ മീശയുടെ രണ്ട് വശവും ആ ചെറുവിരൽ കൊണ്ട് ശ്രദ്ധയോടെ പിരിച്ചുവച്ചു. മീശയുടെ രണ്ടാമത്തെ അറ്റം പിരിക്കുമ്പോൾ റാമിൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ അവളുടെ ചെറുവിരൽ തുമ്പിനെ കുതിർത്തു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ തലകുനിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈവിരൽ പിൻവലിച്ചു. ഇന്ത്യയിലേക്ക് വന്നതു മുതൽ ചെന്നൈ വരെയുള്ള ജീവിതകാലങ്ങളിലെ സ്നേഹബന്ധങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ ആനന്ദിയെ ശ്വാസം മുട്ടിച്ചു. പക്ഷേ രക്തബന്ധത്തോടുള്ള അൻപ്, കാത്തിരിപ്പ് എല്ലാവരെയും അവസാനമായി ഒരിക്കൽ കൂടി സ്പർശിച്ച ശേഷം വിതുമ്പലൂടെ ഡോർ തുറന്ന് ആനന്ദി കാറിന് പുറത്തിറങ്ങി. ഡിക്കി തുറന്നതിന് ശേഷം മഞ്ഞ നിറത്തിലുള്ള അവളുടെ ട്രാവൽ ബാഗ് പുറത്തേക്കെടുത്ത് റാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വേർപാടിൻ്റെ കണ്ണീർ അവളുടെ കണ്ണുകളിലില്ലായിരുന്നു. അത്ഭുതത്തോടെ റാം ആ കണ്ണുകളിലേക്ക് നോക്കി. ആനന്ദി അവൻ്റെ കയ്യിലിരുന്ന ബാഗിൽ പിടുത്തമിട്ടപ്പോൾ റാം വിട്ടു നൽകിയില്ല. റാം, അവർ വരാനായിട്ടുണ്ട്, ഞാൻ പോട്ടെ. അവൾ വീണ്ടും ബാഗ് തന്നിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ച ആ ഒരു കാര്യമെങ്കിലും പറഞ്ഞിട്ട് പോ ആനന്ദി. നിനക്കെന്നെ ഇഷ്ടമായിരുന്നില്ലേ? യെസ് ഓർ നോ, അതുമാത്രം കേട്ടാൽ മതി എനിക്ക്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മറുപടി പറയാനാവാതെ അവൾ നിന്നു. തൻ്റെ ഉത്തരം അവൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്ന ഭയം ആനന്ദിയെ പൊതിഞ്ഞിരുന്നു. ആനന്ദി, ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അവരാണോ അത്? രേഷ്മ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ആനന്ദി പൊടുന്നനെ റാമിൻ്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങി നിലത്തേക്ക് വെച്ചു. എന്നിട്ട് അതിനുള്ളിലെ രഹസ്യ അറയിൽ നിന്നും ലോക്കുള്ള തൻ്റെ ഡയറിയും അതിൻ്റെ ചാവിയും എടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നീ ചെന്നൈയിൽ തിരിച്ചെത്തിയ ശേഷം മാത്രം ഇത് വായിക്കുക. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ടാവും. ശേഷം നിലത്തിരുന്ന ബാഗ് തോളിലേക്ക് ഇട്ട് ഒരു ബായ് പോലും പറയാതെ ധൃതിയിൽ അവൾ മുന്നിലേക്ക് നടന്നുപോയി. റാം, ആ ഓട്ടോറിക്ഷയിങ്ങെത്തി, വേഗം അകത്തേക്ക് കയറ്. നമ്മളായിട്ട് അവൾക്കൊരു പ്രശ്നമുണ്ടാക്കരുത്, രേഷ്മ കാറിലിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു. റാം കാറിനുള്ളിലേക്ക് കയറി. തിരിഞ്ഞുപോലും നോക്കാതെ ഭാരമുള്ള ബാഗും ചുമലിലേന്തി നടന്നകലുന്ന ആനന്ദിയെ വിങ്ങുന്ന മനസ്സോടെ അവർ നോക്കിയിരുന്നു. ആരോൺ എന്നു പേരുള്ള ഓട്ടോറിക്ഷയിൽ എങ്ങോട്ടെന്നറിയാതെ സഞ്ചരിക്കുമ്പോൾ ആനന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതേസമയം റാമിൻ്റെ കയ്യിലെ ഡയറിയിലേക്ക് അവൻ്റെ കണ്ണീരുമിറ്റു വീണു. ആനന്ദി മടങ്ങിയെങ്കിലും പാട്ടിയുടെയും കൂട്ടുകാരുടെയും മനസ്സിലെ പ്രതീക്ഷകൾ അവസാനിച്ചിരുന്നില്ല. പിറ്റേന്ന് പുലർച്ചെ ആ ബോട്ട് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തങ്ങളിൽ ആരുടെയെങ്കിലും ഫോണിലേക്ക് ആനന്ദിയുടെ ഒരു കോൾ വരുമെന്നും അവളും തങ്ങളുടെയൊപ്പം ചെന്നൈക്ക് തിരികെ വരുമെന്നും അവർ 4 പേരും ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ചെറായി ബീച്ചിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലിലായി റൂമെടുത്ത് അവർ ആ കോളിനു വേണ്ടി കാത്തിരുന്നു. മുനമ്പം ബീച്ചിൽ നിന്നും കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പുലിമുട്ടിൻ്റെ വലതുഭാഗത്തായി പെരിയാർ പുഴ കടലുമായി ഒന്നിക്കുന്ന അഴിമുഖ പാതയിലൂടെയാണ് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ നിന്നും മുനമ്പം ഹാർബറിലേക്കും മാലങ്കര ഭാഗത്തേക്കും സഞ്ചരിക്കുന്നത്. നീണ്ടുകിടക്കുന്ന പുലിമുട്ടിൻ്റെ മധ്യത്തിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ പോസ്റ്റ് ഉയർന്നു നിന്ന് പകൽ പോലെ ചുറ്റും പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. പുലിമുട്ടിൻ്റെ ഇരുവശത്തും സ്ഥാപിച്ചിരിക്കുന്ന ചീനവലകൾ ഉയർത്തുവാൻ പുലർച്ചെ വന്ന തൊഴിലാളികളുടെ സമീപത്തുകൂടി ഒരു വൃദ്ധയും 2 ചെറുപ്പക്കാരും ഒരു യുവതിയും പുലിമുട്ടിൻ്റെ അവസാനത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ വലയുയർത്താൻ വന്ന ചിലർ സംശയത്തോടെ അവരെ നോക്കി. ബീച്ചിൽ ആ സമയത്ത് സന്ദർശകർ പതിവുള്ളതല്ല. തിരമാലകൾ വലിയ ശബ്ദത്തോടെ പാറക്കല്ലുകൾ വന്ന് ഇടിച്ചുകൊണ്ടിരുന്നു. കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലിൻ്റെ മേൽത്തട്ടിലായി ഇരുട്ടിൽ പല നിറത്തിലുള്ള വെളിച്ചത്തോടെ അങ്ങോളം ഇങ്ങോളം മത്സ്യബന്ധന ബോട്ടുകൾ നിരന്നിരുന്ന് കാണപ്പെട്ടു. തലേന്ന് രാത്രിയിൽ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടുപോയ ബോട്ടുകളൊക്കെയും മീൻപിടുത്തത്തിന് ശേഷം തിരികെ അഴിമുഖപാതയിലൂടെ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. മുനമ്പം ഭാഗത്തുള്ള ബോട്ടുകൾക്ക് ആ ജലപാതയിലൂടെയല്ലാതെ കടലിലേക്ക് കടക്കുവാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ഹോട്ടലിലെ സെക്യൂരിറ്റിയിൽ നിന്നും റാമും വെട്രിയും തലേന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. പുലിമുട്ടിൻ്റെ അഗ്രത്തായി പാട്ടിയും റാമും രേഷ്മയും വെട്രിയും ഓരോ കല്ലുകളിലായി ഇടം പിടിച്ചു. ഹൈമാസ് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അഴിമുഖത്ത് ജലപാതയിലൂടെ കടലിലേക്കും കരയിലേക്കും പോകുന്ന ഓരോ ബോട്ടിലേക്കും അവരുടെ കണ്ണുകൾ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ 4 മണി കഴിഞ്ഞ സമയത്ത് പുലിമുട്ടിനരികിലൂടെ സാവധാനത്തിൽ കടന്നെത്തിയ ദയമാത എന്നു പേരുള്ള ആ ബോട്ടിനെയും അവർ നല്ലതുപോലെ ശ്രദ്ധിച്ചു. ആ ബോട്ടിൻ്റെ ഒരു ഭാഗത്തായി കൂന പോലെ കുറേ ട്രാവൽ ബാഗുകൾ കൂട്ടിയിട്ടിരുന്നു. മറുഭാഗം മുഴുവൻ വലിയൊരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിയിരുന്നു. എങ്കിലും ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിൽ മറഞ്ഞിരുന്ന ഒരു പറ്റം മനുഷ്യരുടെ തലകൾ ഓരോ ഗോളങ്ങൾ പോലെ മുഴിച്ചു കാണപ്പെട്ടു. കൂട്ടിയിട്ടിരുന്ന ബാഗുകളുടെ കൂട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ട്രാവൽ ബാഗ് കണ്ടതും റാം വെട്രിയുടെ കയ്യിൽ ബലമായി പിടിച്ചമർത്തി. റാം പറയാതെ തന്നെ വെട്രിയും രേഷ്മയും പാട്ടിയും ആനന്ദിയുടെ ആ ബാഗിനെ തിരിച്ചറിഞ്ഞിരുന്നു. അവർ 4 പേരും പാറയിൽ നിന്ന് വെപ്രാളത്തോടെ എഴുന്നേറ്റു. അവസാന നിമിഷം വരേക്കും അവരിൽ അവശേഷിച്ചിരുന്ന ആനന്ദി എന്ന പ്രതീക്ഷയുമായിട്ടായിരുന്നു ദയമാത എന്ന ബോട്ട് അവർക്കരികിലൂടെ കടന്നുപോയത്. റാമിന് ആ ബോട്ടിലേക്ക് നോക്കി ആനന്ദി എന്ന് ഉറക്കെ വിളിക്കണമെന്നും അവളുടെ മുഖം ഒരിക്കൽ കൂടി കാണണമെന്നുമൊക്കെ തോന്നിയെങ്കിലും വെട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ആ ബോട്ട് കടലിലേക്ക് പോകുന്ന നോക്കി അങ്ങനെ നിന്നു. ആ നിമിഷത്തിൽ പാട്ടിയുടെയും രേഷ്മയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാഴ്ചയിൽ നിന്നും ആ ബോട്ട് ദൂരേക്ക് പോയി മറയുന്നത് വരെ അവർ 4 പേരും അവിടെ തന്നെ നിന്നു.
ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയ റാം ആദ്യം തന്നെ ചെയ്തത് ആനന്ദിയുടെ ആ ഡയറി രേഷ്മയുടെ സഹായത്തോടെ വായിച്ചെടുക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യ പേജിൽ ആനന്ദി കെയർ ഓഫ് റാം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആനന്ദി കെയർ ഓഫ് റാം എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ അടുത്ത പേജിൽ തുടരെ തുടരെ റാം എന്ന പേര് മാത്രമായിരുന്നു എഴുതിയിരുന്നത്. പിന്നീടുള്ള പേജുകൾ ഓരോന്നും മറിക്കും തോറും അത്രയും നാളുകളിൽ റാം അവളെ നോക്കിയ നോട്ടത്തിൻ്റെ എണ്ണം മുതൽ അവൻ ഓരോ ദിവസവും ഇടുന്ന ഷർട്ടിൻ്റെയും ജീൻസിൻ്റെയും നിറവും അവൻ താടിയോ മുടിയോ വെട്ടിയാൽ അതുമെല്ലാം ആനന്ദി വിവരിച്ചെഴുതിയിരുന്നു. പേജുകൾ കുറച്ചുകൂടി മുന്നോട്ട് പോയതും അലിഗ്രാമത്തിലേക്ക് പോകുമ്പോൾ റാം യാത്രയിലുടനീളം തനിക്ക് തുണയായി വന്നതും ഉറക്കത്തിൽ റാമിൻ്റെ മീശ പിരിച്ചപ്പോൾ അവൾക്കുണ്ടായ സന്തോഷവും വിശദമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ശേഷമുള്ള പേജുകളിൽ താൻ സാധാരണ ഒരു ഇന്ത്യൻ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ തൻ്റെ പ്രണയം എങ്ങനെയാകുമായിരുന്നുവെന്നും ഭാവിയിൽ എന്തൊക്കെ നടക്കുമായിരുന്നു എന്നുമെല്ലാം ഭാവന ചെയ്ത് ആനന്ദി എഴുതി വച്ചിരുന്നു. അതിൽ കല്യാണം കഴിഞ്ഞ ശേഷം അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ ആൺകുട്ടിയും മറ്റൊന്ന് പെൺകുട്ടിയുമായിരിക്കുമെന്നും ആൺകുട്ടിക്ക് റാം എന്ത് പേര് വേണമെങ്കിലും വച്ചോട്ടെ, പക്ഷേ പെൺകുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും താൻ തൃഷ എന്ന് മാത്രമേ പേര് വയ്ക്കൂ എന്നൊക്കെ എഴുതിയിരുന്നു. തുടർന്നുള്ള പേജുകൾ ഓരോന്നായി വായിക്കവേ ഉള്ളുനീറിയൊരു കരച്ചിൽ അവൻ്റെ മനസ്സ് തകർന്ന് പുറത്തേക്ക് വന്നു. റാമിൻ്റെ മടിയിലിരുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്ന് വലുതാക്കി എഴുതിയ ഡയറിയുടെ പേജുകൾ കാറ്റിലിടയ്ക്കിടെ മറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ആദ്യ താളിൽ ആനന്ദി ആനന്ദി എന്ന് മാത്രമായിരുന്നു തുടരെ തുടരെ എഴുതിയിരുന്നത്. മുന്നോട്ടുള്ള പല പേജുകളും കാറ്റിൽ അങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനത്തെ പേജ് കാറ്റിന് കൊടുക്കാതെ റാം പിടിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി അവൻ ആ പേജ് വായിച്ചു. പ്രിയപ്പെട്ട ആനന്ദി, കൃത്യം 1 വർഷമായി നീ ഞങ്ങളൊക്കെ വിട്ടു പോയിട്ട്. നീ പോയതിനു ശേഷം ഒരാഴ്ചയോളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്ത നീ പോയ ആ ബോട്ടിനെക്കുറിച്ചായിരുന്നു. വാർത്തകൾ കണ്ട് ഞാൻ ആദ്യം ഒന്ന് ഭയന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അന്വേഷിക്കുന്നവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നീ നിന്റെ രാജ്യത്തെ കണ്ടുമുട്ടുമല്ലോ. ഈ 1 വർഷത്തിനിടയിൽ ഒറ്റ ദിവസം പോലും നിന്നെ ഓർമ്മിക്കാതെ കടന്നുപോയിട്ടില്ല ആനന്ദി. ചില സമയത്തൊക്കെ കരച്ചിൽ വരും. ഞാൻ നിന്നോട് കരിമീനുകളുടെ കഥ പറഞ്ഞിട്ടില്ലേ? ഏതാണ്ട് അതുപോലെയൊക്കെയാണ് എൻ്റെയും കാര്യം. നിന്റെ ഓർമ്മകളുള്ള ഓരോ സ്ഥലങ്ങളിലും ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടപ്പാണ്. ആ ഇടങ്ങളിലെല്ലാം നീ ഉള്ളതായി ഞാനിങ്ങനെ സങ്കല്പിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അല്ലി ഗ്രാമത്തിലെ തിരുവിഴ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും പോയിരുന്നു. എഗ്മോർ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ വിടുന്നതിന് തൊട്ട് മുൻപ് വരെ പാവം പാട്ടി ട്രെയിനിൻ്റെ ഡോറരികിൽ പോയി പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ തഞ്ചാവൂർ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവർക്കൊപ്പം അല്ലി ഗ്രാമത്തിലേക്ക് പോയില്ല കേട്ടോ. ഞാൻ നമ്മുടെ ആ ധനശ്രീ ലോഡ്ജിലാണ് അന്ന് രാത്രി തങ്ങിയത്. നിനക്കൊരു സന്തോഷ വർത്തമാനമുണ്ട്. ആ ഹോട്ടലിലെ അച്ഛൻ കറുത്ത വസ്ത്രമൊക്കെ മാറ്റി ഇപ്പോൾ നല്ല ഉഷാറായി. അച്ഛനും അമ്മയും ഇല്ലാത്ത ഏതോ ഒരു പെൺകുട്ടിയെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അത്രേ. ഞാൻ വന്നുവെന്ന് അറിഞ്ഞപ്പോൾ അമ്മ ആ പെൺകുട്ടിയുമായി ലോഡ്ജിലേക്ക് വന്നു. അവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. ആ പെൺകുട്ടി ഒരു മിടുക്കി കുട്ടിയാണ്. പിന്നെ അവർ രണ്ടുപേരും നിന്നെ ഒരുപാട് അന്വേഷിച്ചു. അടുത്ത വർഷം തീർച്ചയായും എനിക്കൊപ്പം നീയും ഉണ്ടാകുമെന്ന് ഞാൻ അവരോട് കള്ളം പറഞ്ഞു. അവിടെ ചുവരിൽ എഴുതിയ നമ്മുടെ പേരുകൾ ഇപ്പോഴും മായാതെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. പിന്നെ നമ്മളന്ന് താമസിച്ച അതേ മുറിയിലാണ് അന്നും ഞാൻ താമസിച്ചത്. രാത്രി സമയത്ത് അന്ന് നമ്മൾ പോയതുപോലെ വാകപ്പൂക്കൾ വീണു കിടക്കുന്ന റോഡിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു. ആ ഇരുമ്പ് ബെഞ്ചും ആ റോഡും എല്ലാം അതുപോലെ തന്നെയുണ്ട് ആനന്ദി. നീ അന്നിരുന്ന ബെഞ്ചിൻ്റെ ഭാഗത്തായി ഞാൻ കുറേ തവണ പൂക്കൾ പെറുക്കി എറിഞ്ഞിട്ടുണ്ട്. നിനക്കിന്ന് പരാതിയായിരുന്നല്ലോ ഞാൻ ഭയങ്കര ബോറനാണെന്ന്. പിന്നെ നമ്മുടെ ചന്ദ്രനെ നോക്കുന്ന ഡീൽ നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ നിന്നെ മിസ് ചെയ്യുമ്പോഴൊക്കെ കക്ഷിയെ ഒരുപാട് സമയം നോക്കിയിരിക്കും. പാട്ടിയുടെ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ആ വാട്ടർ ടാങ്കിൻ്റെ സ്ലാബിൽ പോയിരുന്ന് സിറിയസ് നക്ഷത്രങ്ങളെയും ചന്ദ്രനുമൊക്കെ നോക്കും. എനിക്കറിയാം എന്നെ മിസ് ചെയ്യുമ്പോൾ നീയും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഇരുന്ന് കക്ഷിയെ നോക്കുന്നുണ്ടായിരിക്കുമെന്ന്. നിന്റെ ലൂണ ഇപ്പോൾ ഞാനാണ് ഓടിക്കുന്നത്. അവനെ കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ട് ദിവസവും മുടങ്ങാതെ പൂമാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വസന്തനഗർ ബീച്ചിൽ നമ്മളന്ന് മഴയത്ത് കയറിയെന്ന ആ കടത്തിണ്ണയിലൊക്കെ ഇടയ്ക്ക് ഞാൻ അവനെയും കൊണ്ട് പോയി നിൽക്കും. നിന്നെപ്പോലെ തന്നെ മല്ലിയെയും എനിക്ക് ചിലപ്പോഴൊക്കെ മിസ് ചെയ്യാറുണ്ട് ആനന്ദി. ആ സമയത്ത് അവളുടെ ചിലങ്കകളും എടുത്ത് ഞങ്ങൾ ഗിണ്ടി സ്റ്റേഷനിൽ സ്ഥിരം ഇരിക്കാറുണ്ടായിരുന്ന ആ ബെഞ്ചിൽ പോയി ഞാൻ അങ്ങനെ ഇരിക്കും. ബെഞ്ചിന് പെയിൻ്റ് അടിച്ചപ്പോൾ അതിലെ എൻ്റെയും മല്ലിയുടെയും പേരുകൾ മാഞ്ഞു പോയെങ്കിലും എൻ്റെ ഫോണിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിയുടെ അനുജനെന്ന് തല്ലിപ്പൊളിച്ച ആ ബൈക്കില്ലേ, അത് ശരിയാക്കി വിറ്റിട്ട് അവളെ ബൈക്ക് ഇറക്കാൻ സഹായിച്ച ഷോറൂമിലെ മണി എന്ന ആൾ പണവുമായി ചെന്നൈക്ക് വന്നിരുന്നു. അയാൾ മല്ലി മരിച്ചതൊക്കെ അറിയുന്നത് അപ്പോഴാണ്. അതിൻ്റെ പണം അയാൾ അവളുടെ കൂട്ടുകാരികളെ ഏൽപ്പിച്ചു. അന്നു മുതൽ അവർ മല്ലിയുടെ ആഗ്രഹം പോലെ അടച്ചുറപ്പുള്ള ഒരു വീടും അന്വേഷിച്ച് നടപ്പാണ്. പക്ഷേ എത്ര കാശ് കൊടുത്താലും അവർക്ക് ആര് വീട് കൊടുക്കാനാണ്? ആ സമയത്താണ് നിന്റെ മുറിയിൽ വേറെ ഏതോ പെണ്ണിനെ കൊണ്ടുവരാൻ ആ ബാലാജി അണ്ണൻ നോക്കിയത്. പാട്ടിയോട് മല്ലിയുടെ കൂട്ടുകാരികളെപ്പറ്റി ഞാൻ പറഞ്ഞു. അവരുടെ അവസ്ഥ കേട്ടതും പാട്ടി അവരെയെല്ലാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ചുപേർ ഇപ്പോൾ നിന്റെ മുറിയിലും ബാക്കി കുറച്ചുപേർ പാട്ടിയുടെ ഒപ്പവുമാണ് കിടക്കുന്നത്. പക്ഷേ പാട്ടി ഭയങ്കര ബുദ്ധിശാലിയാണ് കേട്ടോ. വാടകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെയൊന്നും ട്രെയിനിൽ ഭിക്ഷയെടുക്കാൻ വിടാതെ വീട്ടിൽ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പിടിച്ചു നിർത്തിയേക്കുക. ഇപ്പോൾ ചെന്നൈയിലെ മിക്ക ബേക്കറികളിലും ഇവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കുന്ന സ്വീറ്റ്സിനാണ് വൻ ഡിമാൻഡ്.
പാർട്ടി അവരുടെ കമ്പനിക്കിട്ട പേര് കേൾക്കണോ? ആനന്ദി സ്വീറ്റ്സ്. പിന്നെ ചെന്നൈ അക്കാഡമിയിലെ കോഴ്സ് കഴിഞ്ഞെങ്കിലും ഞാൻ ഇടയ്ക്ക് നമ്മുടെ ആ കോളേജ് റിസപ്ഷനിൽ പോയി അങ്ങനെ നോക്കി നിൽക്കും. എല്ലാ ദിവസവും ഞാൻ നിന്നെ കണ്ടുമുട്ടിരുന്ന ഇടമില്ലേ അത്. അവിടെ പുതിയതായി വന്ന റിസപ്ഷനിലെ പെണ്ണ് എന്തെങ്കിലുമൊക്കെ ചീത്തയും പറയും. എനിക്ക് ഭ്രാന്താണെന്നാണ് അവൾ ധരിച്ചു വച്ചേക്കുന്നത്. അവൾക്കറിയില്ലല്ലോ 1 വർഷം മുൻപ് ആ റിസപ്ഷൻ അടക്കി വാണിരുന്നത് നീയായിരുന്നു എന്ന്. പിന്നെ നമ്മുടെ അമ്മ ഉണവകവും അവിടുത്തെ അക്കയുമൊക്കെ അങ്ങനെ തന്നെയുണ്ട്. എപ്പോൾ നുങ്കമ്പാക്കം സൈഡിലേക്ക് പോയാലും നീ കഴിക്കാറുള്ള തൈര് സാദവും വാങ്ങി നീ ഇരിക്കാറുള്ള അതേ സിമൻറ്റ് ബെഞ്ചിൽ പോയിരുന്ന് ഞാനത് കഴിക്കും. അതിനുശേഷം കോളേജ് ബ്രേക്ക് സമയത്ത് നമ്മൾ നടക്കാറുള്ള നുങ്കമ്പാക്കത്തെ ആ തെരുവിലൂടെ തനിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എല്ലായിടത്തും നിന്റെ ഓർമ്മകൾ മാത്രമാണ് ആനന്ദി. പണ്ടത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ബഹളമുണ്ടാക്കി സംസാരിച്ചുകൊണ്ട് ഒപ്പം നടക്കാൻ രേഷ്മയും വെട്രിയും നീയും ഇല്ല എന്ന് മാത്രം. പിന്നെ നമ്മുടെ രേഷ്മയുടെ ആദ്യത്തെ പടം റിലീസായിട്ട് വലിയ ഹിറ്റായിരുന്നു. ഈ ഒറ്റ വർഷം കൊണ്ട് 3 പടങ്ങളാണ് അവൾ ചെയ്തത്. ഇപ്പോൾ പഴയതുപോലെ ഞങ്ങളുടെ ഒപ്പം തെണ്ടിത്തിരിഞ്ഞ് നടക്കാനൊന്നും കക്ഷിക്ക് സമയമില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും മണ്ടത്തരവുമായി വരും കേട്ടോ. പ്രധാന പ്രശ്നം അവളെയും കൊണ്ട് വസന്ത് നഗറിലോ മരീന ബീച്ചിലോ ഒക്കെ പോയാൽ ആളുകൾ ചുറ്റും കൂടുമെന്നതാണ്. എന്തായാലും അവൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടന്നല്ലോ. പൈസയൊക്കെ ആയെങ്കിലും അവൾ ഇപ്പോഴും വെട്രിയുടെ മുറിയിൽ തന്നെയാണ് താമസം. അവളുടെ സപ്പോർട്ട് കൊണ്ട് വെട്രി 3 പടത്തിൽ അസിസ്റ്റ് ചെയ്തു. ഇപ്പോൾ കക്ഷി സ്വന്തമായി ഒരു പടം ചെയ്യുവാനുള്ള തിരക്കിലാണ്. അതിനിടയിൽ ഒരു തമാശയുണ്ടായി. ഇത്രയും കാലം രേഷ്മയെ ഒന്ന് ഫോൺ വിളിച്ചു പോലും തിരക്കാതിരുന്ന അവളുടെ അമ്മ അവൾക്ക് പേരും പ്രശസ്തിയുമൊക്കെ ആയപ്പോൾ ഒരു ദിവസം അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു. അന്ന് രേഷ്മ ചെയ്ത കാര്യം കേൾക്കണോ? ആ സ്ത്രീ വെളിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ തേനീച്ചക്കൂടിനിട്ട് എന്തോ പെറുക്കിയെറിഞ്ഞിട്ട് മുറിയിൽ കയറി കതകടച്ചു കളഞ്ഞു. പാട്ടി നോക്കുമ്പോൾ കാണുന്നത് ആ സ്ത്രീയെ തേനീച്ചകൾ ഓടിച്ചിട്ട് കുത്തുന്നതാണ്. പിന്നെ അവർ ആ വഴിക്ക് വന്നിട്ടില്ല. എല്ലാവരുടെയും വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ ആനന്ദി. ഈ 1 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ചെന്നൈ നോവൽ എഴുതി തീർത്തു. റാം കെയർ ഓഫ് ആനന്ദി എന്നാണ് ഞാൻ നോവലിന് ഇട്ടിരിക്കുന്ന പേര്. 5ഓളം മെയിൽ പബ്ലിഷിംഗ് കമ്പനികൾക്ക് കഥ അയച്ചു കൊടുത്തിരുന്നു. ഇന്നലെ അതിൽ ഒന്നിൽ നിന്നും എനിക്ക് മെയിൽ വന്നു. അവർ എൻ്റെ നോവൽ പുസ്തകമാക്കി ഇറക്കാൻ തയ്യാറാണത്രേ. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞങ്ങൾ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് നിന്നെപ്പറ്റിയാണ്. നീ എവിടെയാണ് ആനന്ദി? 1 വർഷമായി നീ ഈ തീരം വിട്ടു പോയിട്ട്. ഇന്നും പത്രത്തിൽ നീ പോയ ബോട്ടിനെ പറ്റി വാർത്തയുണ്ടായിരുന്നു. മുനമ്പം മനുഷ്യക്കടത്ത് നടന്നിട്ട് 1 വർഷമായിട്ടും ആ ബോട്ടും ആളുകളും എവിടെ പോയെന്ന് ഒരു വിവരമില്ലത്രേ. പോലീസ് ഓസ്ട്രേലിയ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നേരിട്ട് പോയി അന്വേഷണം നടത്തിയിട്ടും എങ്ങും അങ്ങനെ ആരും എത്തിയിട്ടില്ലെന്ന് പറയുന്നു. കടലിൽ ആ സമയത്ത് അപകടം പറ്റിയ ബോട്ടുകളൊന്നുമില്ല എന്ന് നേവിയും പറയുന്നുണ്ട്. ഇപ്പോഴും പോലീസ് നിങ്ങളെക്കാളുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടെന്നാണ് പത്രത്തിൽ വായിച്ചറിഞ്ഞത്. ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ട് കേട്ടോ. നീ ലോകത്തിൽ എവിടെയായിരുന്നാലും അമൃതദാസുമായി ബന്ധപ്പെടാതെ ഇരിക്കില്ലല്ലോ. അയാളുടെ മൊബൈൽ നമ്പർ കണ്ടെത്തി ഞാൻ പലതവണ വിളിച്ച് അപേക്ഷിക്കും പോലെ കക്ഷിയോട് നിന്നെപ്പറ്റി ചോദിച്ചു. അയാൾക്ക് നിന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ വിളിച്ച് അമൃതദാസ് ഇപ്പോൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാശായിട്ട് വേണം നേരിട്ട് ഓസ്ട്രേലിയയിൽ പോയി അയാളുടെ കാല് പിടിച്ച് ചോദിക്കുവാൻ. അയ്യോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആനന്ദി. നീ പണ്ട് കഴിഞ്ഞിരുന്ന രാമേശ്വരത്തെ അക്കത്തങ്കച്ചി മഠത്തിൽ പോയിരുന്നു. നീ ദിവസവും പോയിരിക്കാറുണ്ടായിരുന്ന ആ കുളക്കടവിൽ ഞാനും കുറച്ച് സമയം പോയിരുന്നു. നിന്റെ ആ നിലപ്പൂക്കൾ പിടിക്കുന്ന പുല്ലുകളൊക്കെ അവിടെ തന്നെയുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നിന്നെ ചികിത്സിച്ച രാമേന്ദ്രൻ ഡോക്ടറെ കണ്ട് പരിചയപ്പെടുകയും ചെയ്തു. അയാൾ നല്ല ഒരു മനുഷ്യനാണ്. വിശേഷങ്ങൾ പറയാൻ നിന്നാൽ ഇനിയും ഒരുപാടുണ്ട് ആനന്ദി. ഞാൻ ചെന്നൈയിൽ നിന്നും 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് വന്നതാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് എന്തോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുവാൻ ഒരാഗ്രഹം തോന്നി. തൃശ്ശൂരിൽ നിന്നും വൈകിട്ട് 6:55 ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിന്നെപ്പോലെ ലാസ്റ്റ് മിനിറ്റിൽ ട്രെയിൻ ഓടിപ്പിടിക്കാൻ നിന്നാൽ അറിയാമല്ലോ അവസ്ഥ. അപ്പോൾ ഞാൻ പോട്ടെ. ചെന്നൈയിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. റാം ആ ഡയറി മടക്കി ബാഗിലേക്ക് വെച്ചു. അതിൽ ആനന്ദി കെയർ ഓഫ് റാം എന്നെഴുതിയ ആനന്ദിയുടെ താഴെയുള്ള ഡയറിയും ഇരിപ്പുണ്ടായിരുന്നു. സൂര്യൻ കടലിൽ അസ്തമിക്കുന്ന ആ സമയത്ത് അവൻ മുനമ്പം ബീച്ചിൽ നിന്നും പുറത്തെ റോഡ് ലക്ഷ്യമാക്കി നടന്നുപോയി. ജൂലൈ 17, 2019 കേരള കൗമുദി പത്രത്തിൽ വന്ന ഒരു വാർത്ത. മുനമ്പം മനുഷ്യക്കടത്ത്. കാണാതായവർ എവിടെ? നടുക്കല്ല് തുഴഞ്ഞ് പോലീസ്. വഴിമുട്ടി അന്വേഷണം. മുഖ്യപ്രതിയടക്കം 6 പേരെ അറസ്റ്റ് ചെയ്തു. നിർണായക രേഖകൾ പിടിച്ചെടുത്തു. വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായം തേടി. എന്നിട്ടും രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ ആഴക്കടലിൽ ഒറ്റപ്പെട്ടതുപോലെയുള്ള അവസ്ഥയിലാണ് കേരള പോലീസ്. ബോട്ടിൽ കടന്നവരെ കണ്ടെത്താനാവാത്തതോടെ ആ വഴിക്കുള്ള അന്വേഷണം വഴിമുട്ടി. കുട്ടികൾ ഉൾപ്പെടെ 87 പേരാണ് മുനമ്പത്ത് നിന്നും ഓസ്ട്രേലിയ ലക്ഷ്യമാക്കി കടന്നത്. ഇവർ ആരെല്ലാം എന്ന് വ്യക്തതയില്ലാത്തതിനാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതും വൈകുകയാണ്. കേരള പോലീസിന് പുറമെ തമിഴ്നാട് ക്രൂബ്രാഞ്ച്, IB, മിലിറ്ററി ഇന്റലിജൻസ്, നേവി, കോസ്റ്റ് ഗാർഡ്, അന്താരാഷ്ട്ര ഏജൻസികൾ എന്നിവരും കേസിൽ അന്വേഷണം നടത്തിയിരുന്നു.
മുനമ്പത്ത് നിന്നും കടന്നവർ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, അൾജീരിയ തുടങ്ങി പല രാജ്യങ്ങളിലായി എത്തിയെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടെ ഇതേക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ വിദേശ നമ്പറുകളിൽ നിന്ന് ഏതാനും മിസ്ഡ് കോളുകൾ ഇവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നുവെങ്കിലും വിളിച്ചത് ആരെന്ന് കണ്ടെത്താനായില്ല. അൾജീരിയയിലെ അന്നാബ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് കോളുകൾ എത്തിയത്. കൗൺസിലേറ്റിന് ഈ നമ്പർ കൈമാറിയിരുന്നു. എന്നാൽ മനുഷ്യക്കടത്ത് കേസുമായി ഈ നമ്പറിന് ബന്ധമില്ലെന്നാണ് കോൺസുലേറ്റ് പോലീസിനെ അറിയിച്ചത്. അതേസമയം മനുഷ്യക്കടത്തിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിനും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പസഫിക് സമുദ്രത്തിലൂടെയായിരുന്നു ബോട്ട് പുറപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ വിദേശകാര്യ മന്ത്രാലയം മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇതേക്കുറിച്ച് വിവരം നൽകുക മാത്രമാണ് ചെയ്തത്. ഇക്കഴിഞ്ഞ ജനുവരി 12 പുലർച്ചെ മുനമ്പം ഹാർബറിൽ നിന്ന് ദേമാത എന്ന മത്സ്യബന്ധന ബോട്ടിലായിരുന്നു മനുഷ്യക്കടത്ത് നടന്നത്. ശ്രീലങ്കൻ അഭയാർത്ഥികളും തമിഴ് വംശജരും തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിലെ അംബേദ്കർ കോളനിയിലുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു മനുഷ്യക്കടത്ത് സംഘം പ്രവർത്തിച്ചത്. മാലിയങ്കര കടവിൽ ഇവർ ഉപേക്ഷിച്ച ബാഗുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് മനുഷ്യക്കടത്തിലേക്കുള്ള സൂചന ലഭിച്ചത്. കണ്ടെത്തിയ ബാഗുകളിൽ നിന്ന് സിംഹള ഭാഷയിൽ എഴുതിയ 2 പേരുടെ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. മത്സ്യബന്ധന ബോട്ടിൽ കയറാനാകാതെ തിരികെ പോകേണ്ടി വന്നയാളെ ഡൽഹിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്.